നമസ്കാരം. ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർക്ക് ബി പോസിറ്റീവിന്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1192 മിഥുനം 23 ജൂൺ 7 വെള്ളിയാഴ്ച. ഇന്നത്തെ ഈ മനോഹരമായ സുപ്രഭാതത്തിൽ ബി പോസിറ്റീവിന്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഒരു പ്രത്യേക സംഘടനയെക്കുറിച്ചാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ചലച്ചിത്ര സംഘടന എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ് മലയാളത്തിലെ തന്നെ അമ്മ, അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ്. ചലച്ചിത്ര രംഗത്തെ താരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അവകാശങ്ങൾക്കും അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് രൂപീകൃതമായ ചലച്ചിത്ര രംഗത്തെ തന്നെ ആദ്യത്തെ സംഘടന എന്ന് മലയാളത്തിലെ അമ്മയെ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. അതിനുശേഷം തന്നെ ഒത്തിരി സംഘടനകൾ രൂപപ്പെടുകയും പിളരുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനിടയിലാണ് ഈയിടെ നമ്മൾ വാർത്തയിലും മാധ്യമങ്ങളിലും ഒക്കെ തന്നെ വായിച്ചും കണ്ടറിഞ്ഞ മറ്റൊരു സംഘടന രൂപീകൃതമായത്. മലയാള ചലച്ചിത്ര രംഗത്തെ പ്രമുഖ സ്ത്രീ രത്നങ്ങൾ തന്നെ രൂപീകരിച്ച ഒരു സംഘടനയാണ് വുമൺ കളക്റ്റീവ് ഇൻ സിനിമ എന്ന് പറയുന്നത്. ഈ അടുത്ത കാലത്തെ ഏറ്റവും കൂടുതൽ മാധ്യമ ശ്രദ്ധ നേടിയ ഒരു സംഘടന എന്ന് തന്നെ നമുക്കിതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. കാരണം എന്ന് പറയുന്നത് ഇന്ത്യൻ ചലച്ചിത്ര രംഗത്ത് ആദ്യമായാണ് ഒരു സ്ത്രീ കൂട്ടായ്മ രൂപീകൃതമാകുന്നത്. നമുക്കറിയാവുന്നതാണ്, പല മേഖലകളിലും സ്ത്രീകൾ നേരിടുന്ന മാനസിക പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഒറ്റപ്പെടുത്തലും അവഗണനകളും തനിക്ക് നേരെയുള്ള ചെറിയ ചെറിയ വിലയിരുത്തലുകൾ കൊണ്ട് ഒഴിവാക്കപ്പെടലുകളും എല്ലാം തന്നെ. അപ്പോൾ ചലച്ചിത്ര രംഗത്ത് ഈ ഒരു കാര്യങ്ങൾ എല്ലാം വരുമ്പോൾ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ, ഒരു കലാകാരി എന്ന നിലയിൽ വലിയൊരു അടിച്ചമർത്തലാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ചലച്ചിത്ര മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ ഒരു പരിഹാരം എന്നോണം, ഇതുകൊണ്ടൊരു പരിഹാരം എങ്ങനെ ഉണ്ടാകും എന്ന് നമുക്കറിയത്തില്ല. പക്ഷെ അതിനെല്ലാം ഒരു മറുപടിയായി അല്ലെങ്കിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെടാമെന്നൊരു വാഗ്ദാനവുമായി നമുക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ് ചലച്ചിത്ര രംഗത്തെ ഈ ഒരു പുതിയ സ്ത്രീ കൂട്ടായ്മ. മലയാള ചലച്ചിത്ര രംഗത്തെ പ്രമുഖ നടിമാരായ മഞ്ജു വാര്യർ, റിമ കല്ലിങ്കൽ, പാർവതി, അതുപോലെ തന്നെ എഡിറ്റർ ബീന പോൾ എന്നിവരെല്ലാം കൂടി ചേർന്ന് രൂപീകരിച്ച ഈ ഒരു സ്ത്രീ കൂട്ടായ്മ വുമൺ കളക്റ്റീവ് ഇൻ സിനിമയുടെ പുതിയ വിശേഷങ്ങളും കൂടുതൽ അറിവുകളുമായി ബി പോസിറ്റീവിൽ ഇനിയും ഞാൻ എത്തുന്നതാണ്. അതിനു മുന്നേ നല്ലൊരു ലളിത സംഗീതം കേട്ട് നമുക്ക് വേഗം തിരിച്ചെത്താം. നമുക്ക് കാണാം ബി പോസിറ്റീവിന്റെ ആദ്യത്തെ സെഗ്മെന്റായ ശുഭസംഗീതം. മനസ്സിൽ പൂവായി എന്തേ നീ വിടർന്നു, പറയാതെ എൻ്റെ മനസ്സിൽ പൂവായി എന്തേ നീ വിടർന്നു, നിറയും മിഴികൾ പറയും കഥകൾ പറയാതെ എൻ്റെ മനസ്സിൽ പൂവായി എന്തേ നീ വിടർന്നു, നിറയും മിഴികൾ പറയും കഥകൾ പറയാതെ എൻ്റെ മനസ്സിൽ പൂവായി എന്തേ നീ വിടർന്നു, നീ എൻ്റെ മനസ്സിൻ്റെ താളലയങ്ങളും രാഗവും കേട്ടുറങ്ങി, നീ എൻ്റെ മനസ്സിൻ്റെ താളലയങ്ങളും രാഗവും കേട്ടുറങ്ങി,
തപ്തനിശ്വാസങ്ങൾ താരാട്ടുപാടുമെൻ തങ്കക്കിനാവിൻ്റെ ഈണങ്ങളിൽ. തപ്തനിശ്വാസങ്ങൾ താരാട്ടുപാടുമെൻ തങ്കക്കിനാവിൻ്റെ ഈണങ്ങളിൽ. അന്നു നീ തൂകിയ വർണ്ണങ്ങൾ ഇന്നെന്നും വരങ്ങൾ പറയാതെ എൻ്റെ മനസ്സിൽ പൂവായി എന്തേ നീ വിടന്നു. ഇന്നത്തെ ചരിത്ര മുഹൂർത്തങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന സെഗ്മെന്റാണ് അടുത്തത്. നമുക്ക് കാണാം ചരിത്രത്തിൽ ഇന്ന്. ചലച്ചിത്ര രംഗത്തെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സാഹിത്യ രംഗത്തിലെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എക്കണോമിക് ബിസിനസ് ബേസിലുള്ള രംഗത്തിലുള്ള പ്രമുഖ വ്യക്തികൾ ഒക്കെ തന്നെ ബി പോസിറ്റീവിൽ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചെത്തുന്ന സെഗ്മെന്റാണ് അടുത്തതായി. നമുക്ക് കാണാം എനിക്ക് പറയാനുള്ളത്. നമസ്കാരം. ഗണിതശാസ്ത്ര വിദഗ്ധനും കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറും കലാ സാംസ്കാരിക മേഖലയിൽ തിളങ്ങുന്ന വ്യക്തിത്വത്തിന് ഉടമയുമായ ശ്രീ പള്ളിയറ ശ്രീധരൻ സാറിനെയാണ് നമുക്കിന്ന് ബി പോസിറ്റീവിൽ അതിഥിയായിട്ട് ലഭിച്ചിരിക്കുന്നത്. നമുക്ക് സ്നേഹപൂർവ്വം അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. നമസ്കാരം. സാറിനെ കുറിച്ച് പറയുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച ഹൈസ്കൂൾ അധ്യാപകനുള്ള ബഹുമതി നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ശരിക്കും ഈ ബഹുമതി നേടിയിട്ടിരിക്കുമ്പോൾ അങ്ങക്ക് ഒരു അധ്യാപകൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു അധ്യാപകൻ എങ്ങനെ ആവണം, എന്തായിരിക്കണം ഒരു അധ്യാപകൻ, എന്ത് തോന്നുന്നു സർ? അധ്യാപകൻ യഥാർത്ഥത്തിൽ എങ്ങനെ ആവണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ചോദിക്കുക? സാറിൻ്റെ കൺസെപ്റ്റിൽ എങ്ങനെയായിരിക്കണം ഒരു നല്ല അധ്യാപകൻ? വിദ്യാർത്ഥികളുടെ അഭിരുചിക്ക് അനുസരിച്ച്, അതായത് കുറേ വിവരങ്ങൾ കൊടുക്കലല്ല വിദ്യാഭ്യാസം, അവരുടെ ജീവിതത്തെ ഷേപ്പ് ചെയ്യലാണ്. അപ്പോൾ അതിനുള്ള മാർഗങ്ങൾ തീർച്ചയായിട്ടും അധ്യാപകൻ കൊടുത്തിരിക്കണം. അതേസമയം ഒരു സ്പൂൺ ഫീഡിങ് പോലെ കുറേ വിജ്ഞാനങ്ങൾ ശേഖരിക്കുന്ന രീതിയിലേക്ക് മാറ്റരുത്. അത് അവൻ്റെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാൻ രീതിയിലുള്ള അധ്യാപന രീതിയായിരിക്കും ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. ശരിക്കും കണക്കിനെ ഒരുപാട് പേർ പേടിക്കുകയും അതിനോട് ഇങ്ങനെ വേറിട്ട് നിൽക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ്. പക്ഷെ അങ്ങ് അതേ രീതിയിൽ തന്നെ കണക്കിനെ സ്നേഹിക്കുകയും കണക്കിനെ എളുപ്പമാക്കി മാറ്റുകയും ചെയ്യുന്നു. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? കണക്കിനെ എളുപ്പമാക്കി മാറ്റുക എന്നുള്ള പ്രയോഗം തന്നെ തെറ്റാണല്ലേ? കാരണം കണക്ക് ഏറ്റവും ലളിതമായ രസകരമായ വിഷയമാണ് സർ. പക്ഷെ പലർക്കും കണക്കൊരു ബാല്യകേറാ മലയാണ്. വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ എനിക്കും അത് തന്നെയാണ്. അങ്ങക്ക് എങ്ങനെയാണ് ഇത്ര വളരെ ലഘൂകരിച്ച് കാണാൻ കഴിയുന്നത്? യഥാർത്ഥത്തിൽ വളരെ രസകരമായ വിഷയമാണ് ഗണിതം. പക്ഷെ ഗണിതത്തിന്റെ രസകരമായ കാര്യങ്ങളെ കുട്ടികൾക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ അത് ബോധ്യപ്പെടുത്താനുള്ള, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം ഇന്ന് ഇല്ല. അതുകൊണ്ട് തന്നെ അതിന് തെറ്റായിട്ടാണ് ധരിക്കുന്നത്. ഇപ്പോൾ വളരെ സരസ്വതയായ വളരെ നല്ല ഒരു മനുഷ്യനെ ക്രൂരനാണെന്ന് ചിത്രീകരിക്കുന്നത് പോലെ തന്നെയാണ് ഈ കാര്യം. 1979 അങ്ങ് ആദ്യമായിട്ട് ഒരു പുസ്തകം എഴുതിയത്. പ്രകൃതിയിലെ ഗണിതം എന്ന പുസ്തകമാണ് ആദ്യമായിട്ട്. അത് നമ്മൾ മനസ്സിലാക്കാത്ത പല കാര്യങ്ങൾ നമ്മൾ നിത്യജീവിതത്തിൽ കാണുന്ന, ഈ പ്രകൃതിയിലേക്ക് കാണുന്ന ഗണിതം എല്ലാത്തിലും അങ്ങ് ഗണിതത്തെ കണ്ടു. അത് വളരെ രസകരമായിട്ട് എനിക്ക് തോന്നി. അല്ല, അതിന് അത്ഭുതമൊന്നുമല്ല. കാരണം നമ്മുടെ പ്രപഞ്ചത്തില് ഗണിതമില്ലാത്ത ഒരു വിഷയമില്ല. ശരിക്കും സാറിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ രസകരമായിട്ടുള്ളൊരു സംഭവമുണ്ട്. ഇന്നിപ്പോൾ അദ്ദേഹം ഇവിടെ വന്നിട്ട് ഈ അഭിമുഖ സംഭാഷണത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ഈ കോസ്റ്റ്യൂമിൽ തന്നെ ഗണിതം കണ്ട ഒരു വ്യക്തിയാണ് അങ്ങ്. ശരിക്കും വളരെ രസകരമായിട്ട് തോന്നി. സാർ, എങ്ങനെയാണ് എല്ലാത്തിലും ഇങ്ങനെ കണക്ക് കാണാൻ അങ്ങേക്ക് കഴിയുന്നത്? എല്ലാത്തിലും ഉള്ളതുകൊണ്ട് കാണുന്നു. അപ്പൊ ഇതെത്രയുണ്ട്? ഇത് 5ആണ്. എവിടെയാ 5 നേരിട്ടുള്ളത്? നമ്മൾ കൗണ്ട് ചെയ്തു സാർ. അത് എങ്ങനെ? 1 2 3 1 അതെങ്ങനെയാ ഒന്നാവുന്നത്? നമ്മൾ ഒന്നിങ്ങനെ ഇല്ല. അങ്ങനെയില്ല. പിന്നെ എങ്ങനെയാണ് സാർ? അതാണ് അത് നമ്മൾ ഇല്ലാന്ന് വിചാരിക്കുന്ന പലതിലും ഉണ്ട് എന്ന് അർത്ഥം. അപ്പൊ ഒന്നെന്നുള്ള വരെ പറഞ്ഞാൽ ഒന്നായിരിക്കുമോ? ഇപ്പൊ ഐ ഓ എന്നുള്ള എഴുതി കഴിഞ്ഞാല് 10 ആവാലോ. അപ്പൊ അതുകൊണ്ട് അല്ലെങ്കിൽ ഐ ഒന്നാവാം, അല്ലെങ്കിൽ 1 0 ആവാം. അങ്ങനെ പല വ്യത്യസ്തമുണ്ടല്ലോ. അതുകൊണ്ട് എല്ലാറ്റിലും ഗണിതം ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ, അതായത് പലപ്പോഴും നമ്മൾ അറിയാതെയാണ് നമ്മുടെ ഗണിതം വരുന്നത്. ഇപ്പോൾ ഡ്രൈവറോട് ചോദിക്കുക, നിങ്ങൾക്ക്
ഡ്രൈവിങ് നല്ല വശമുള്ള ആളാണ്. പിന്നെ കണക്കറി ചോദിച്ചാൽ അദ്ദേഹം എന്താ പറയും? കണക്കിൽ വലിയ പിടിയില്ല. പിടിയില്ലെന്നറിയും. ഓരോ നിമിഷവും ഡ്രൈവർ എത്ര കണക്കൂട്ടിയാണ് ഓടിക്കുന്നത്. ആൾക്ക് പിന്നെ ഇങ്ങോട്ട് വരുന്ന വാഹനത്തിന്റെ വേഗത, അതിന്റെ റോഡിന്റെ വീതി, അങ്ങോട്ട് വരുന്ന ഒക്കെ കൃത്യമായിട്ട് പോവാണ്. കണക്ക് ചെയ്യും. നമ്മൾ അറിയാതെ തന്നെ പലരും കണക്കിലൂടെയാണ് ജീവിക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഭൂഗോളത്തിന്റെ സ്പന്ദനം കണക്കിലാണ് അല്ലെ? അങ്ങനെ പുതിയ പുസ്തകവും കൂടിയാണ്. അതെ അതെ. ഇപ്പം വളരെ ഇപ്പൊ എന്ത് കാര്യത്തിലും ഗണിതം ഉണ്ടെന്നുള്ളതാണ് സത്യം. പക്ഷെ അതിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മാത്രമേ ഗണിത രസകരമായിട്ട് അനുഭവപ്പെടുകയുള്ളൂ. പുതിയ രചനയെ പറ്റി ഒന്ന് പറയാം. പുതിയ രചന ഇപ്പം തിരക്കിലാണ്. പിന്നെ ഇപ്പോഴ് എനിക്ക് പുസ്തകം എഴുതുന്നതിനേക്കാൾ പ്രയാസം ഈ ടൈറ്റിൽ കണ്ടുപിടിക്കാം. 120 ടൈറ്റില്, സംഖ്യ, കണക്ക്. പക്ഷേ ശരിക്കും അങ്ങയുടെ പുസ്തകങ്ങൾ നോക്കുകയാണെങ്കിൽ അത് വായിക്കുന്ന ഒരു വ്യക്തിക്ക് കൂടുതൽ അടുപ്പം തോന്നുന്ന വളരെ രസകരമായ അങ്ങ് പറഞ്ഞ പോലെ ടൈറ്റിലായിരിക്കും. പൂജ്യത്തിന്റെ വില, സമയത്തിന്റെ കളി, അങ്ങനെ ഓരോന്നും ഓരോ പ്രത്യേകതകളാണ്. ഇപ്പൊ പുതിയ വരുന്നത് പിന്നെ ഇത്ര മധുരിക്കുമോ ഗണിതം. ഒരു പാട്ട് എല്ലാവരും ചോദിച്ചു പോകുന്നൊരു ചോദ്യമാണ്. ഒരു പാട്ടുണ്ടല്ലോ, ഇത്ര മധുരിക്കുമോ പ്രേമം. അതെ, അതുപോലെ ഇത്ര മധുരിക്കുമോ ഗണിതം. പുതിയ പുസ്തകം. ശരിക്കും അങ്ങ് വളരെ ഒരു 10-12 വയസ്സിൽ തന്നെ നല്ല രീതിയിൽ കഥയും നോവലുകളും ഒക്കെ എഴുതി സർഗസൃഷ്ടിയിലേക്ക് കടന്ന ഒരു വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ കണക്കിനെ സ്നേഹിക്കുന്നു. ഈ സർഗസൃഷ്ടിയിലേക്ക് കടന്നു വന്നതിനെ പറ്റി ഒന്ന് പറയാം. യഥാർത്ഥത്തിൽ ഞാൻ പിന്നെ നോവലും കഥയൊക്കെ എഴുതിയുള്ളതായിരുന്നു. 19 കഥകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുപോലെ 2 നോവൽ എഴുതിയിട്ടുണ്ട്. 2 പിന്നെ നാടകങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ ചരിത്ര നാടകങ്ങൾക്ക് ഇപ്പോൾ കടത്തനാട്ട് തമ്പുരാൻ എന്ന് പറഞ്ഞിട്ട് നാടകം പിന്നെ കറണ്ട് ബുക്സ് പ്രസിദ്ധീകരിച്ചിരുന്നു. പക്ഷെ പിന്നീട് അധ്യാപനായ സമയത്താണ് കുട്ടികൾക്ക് നേരിട്ടുള്ള പ്രയാസം മനസ്സിലാക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് പ്രയാസം ഉണ്ടാകാനുള്ള കാരണം കണക്ക് രസകരമാണെങ്കിലും ആ രസകരമായ കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്താൻ സാധിക്കുന്നില്ല. അവർക്ക് പരിചയപ്പെടാനുള്ള അവസരം ലഭിക്കുന്നില്ല. അപ്പോൾ അത് പുസ്തകത്തിലൂടെ കൊടുത്താൽ, കാരണം അധ്യാപകർക്ക് സമയം കിട്ടില്ല. അവർക്ക് വലിയ വാരിച്ച പിന്നെ പാഠം പഠിപ്പിക്കാനുണ്ട്. ആ സമയത്ത് അഡീഷണലായിട്ട് പഠിപ്പിക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള ഒരു അവസരം കിട്ടുക എന്ന നിലയിലാണ് ഞാൻ ഈ തേനീച്ചയാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കണക്ക് പഠിച്ച ആൾക്കാർ. നമ്മളെ കണക്ക് തേനീച്ചക്കറിയാം. അവർ കൂട് നിർമ്മിക്കുന്നത് ഹെക്സകൾ രൂപത്തിലാണ്. എത്ര കൃത്യമായിട്ടാണ് ഹെക്സകൾ, എന്തുകൊണ്ടാണ് ഹെക്സകൾ രൂപം അറിയോ? ഇല്ല, വൃത്തങ്ങളാണ് ഏറ്റവും കൂടുതൽ ഏരിയ കിട്ടുന്നത് വൃത്തങ്ങളാണ്. ഇങ്ങനെ വൃത്തങ്ങൾ ഇങ്ങനെ ചേർത്ത് വെക്കുമ്പോൾ ഇടയിൽ കുറച്ച് സ്ഥലം നഷ്ടപ്പെടും അല്ലേ? അതെ അതെ, തീർച്ചയായും. അപ്പോൾ ഈ സ്ഥലം നഷ്ടപ്പെടാതെ ആകുമ്പോൾ പിന്നെ സമഭുജ ത്രികോണം, സമചതുരം, സമപഞ്ചഭുജം, ഷഡ്ഭുജമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ 6 വശമുള്ളത് മാത്രമേ കൂടിച്ചേരുള്ളൂ, പിന്നെ കൂടിച്ചേരില്ല. അപ്പോൾ കൂടിച്ചേരുകയും അത് മാക്സിമം വോളിയം കിട്ടണം. കാരണം തേന് നിറക്കാൻ ഉള്ളതാണ്. അതിന്റെ തേന് അറ നിർമ്മിക്കാനുള്ള ആ വസ്തു ഉണ്ടല്ലോ മെഴുക്, അതിന്റെ അളവ് കുറയണം. അപ്പൊ കുറച്ച് അളവ് കൊണ്ട് കൂടുതൽ ഏറിയുള്ള പിന്നെ ഒരു ഷേപ്പ് ഉണ്ടാക്കണം. അത് ഷഡ്ഭുജമാണ്. അതുകൊണ്ടാണ് ഷഡ്ഭുജം ഉണ്ടാക്കുന്നത്. അത് മാത്രമല്ല, ഈ തേന് അകലെ ഉണ്ടെങ്കിൽ ആ അകലെയുള്ള തേന് ഒരു പ്രത്യേക വിഭാഗം ആൾക്കാരാണ് പിന്നെ ഇത് തേന് കൊണ്ടുപോകുന്നത്. ഇവര് കൂട്ടുകുടുംബ ജീവിതമാണ്. അത് പിന്നെ കൂട് സംരക്ഷിക്കുന്ന ഒരു വിഭാഗം, പിന്നെ തേന് കൊണ്ടുവരുന്ന വേറൊരു വിഭാഗം, അത് അന്വേഷിച്ച് പോകുന്ന വേറൊരു വിഭാഗം. ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ വേണം. ഈ തേന് ഉള്ളവർ ഇന്ന സ്ഥലത്ത് ഉണ്ടെന്ന് അറിയുന്നത് മറ്റേവർക്ക് മലയാളത്തിൽ പറഞ്ഞുകൊണ്ട് കാര്യം ഇന്ന സ്ഥലത്ത് അറിയില്ലല്ലോ. അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ നേരെ പോയി വന്നതിന് ശേഷം പിന്നെ ഇതിന്റെ ഈ കൂടുതൽ ചുറ്റും ഒരു നൃത്തം ചെയ്യും. ആ സ്പീഡ് അനുസരിച്ചാണ് ഇതിന്റെ ദൂരം മനസ്സിലാക്കുന്നത്. അതുപോലെ അതിന്റെ പിന്നെ വേഗതയും അതിന്റെ ഡയറക്ഷനും എല്ലാം അത് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കോളേജ് ക്ലാസ്സിൽ പഠിക്കാനുള്ള പോളാർ കോർഡിനേറ്റ് സിസ്റ്റമാണ്. അത് ഒരു പോയിന്റിനെ കണ്ടുപിടിക്കാൻ വേണ്ടി ബാക്കിയുള്ള ഒരു ആംഗിളും ഒരു ദൂരവും മതിയെന്നാണ്. വളരെ രസകരമായിട്ട്, കാരണം നമ്മളൊക്കെ തലയും കുത്തി നിന്ന് പഠിക്കുന്ന കാര്യങ്ങളാണ്. ഹൈസ്കൂൾ ക്ലാസ്സിലൊക്കെ പഠിക്കുന്നത് 2 ദൂരങ്ങൾ ചേർത്തുകൊണ്ടുള്ള ആക്സിസ് ആണ്, എക്സ് ആക്സിസ്, വൈ ആക്സിസും. ഇവിടെ PR⁻θ എന്നുള്ള ഒരു ഡിസ്റ്റൻസും ഒരു ആംഗിളും കൊണ്ട് കണ്ടുപിടിച്ച് ആ സിസ്റ്റമാണ് ഇവിടെ. ശരിക്കും പറയുകയാണെങ്കിൽ അറിഞ്ഞൂടാതെ ഓരോ വ്യക്തിയും, ഈ പ്രപഞ്ചത്തിലെ ഓരോ വ്യക്തികളും കണക്കനുസരിച്ചാണ് ജീവിക്കുന്നത്. അതെ അതെ, വളരെ വലിയ കോൺക്രീറ്റ് ആയിട്ടുള്ള കണക്കാണ് ഈ ചെയ്യുന്നത്. അതൊരു അത്ഭുതമാണ്. തീർച്ചയായും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് മുൻകൂട്ടി ഞാൻ പ്രകൃതിയിലെ ഗണിതം എന്നുള്ള പുസ്തകം ആദ്യം ഇറക്കിയത്. അതിന് നല്ല സ്വീകാര്യത കിട്ടി. അങ്ങനെ പിന്നെ ഏകദേശം ഒരു 125ഓളം പുസ്തകങ്ങൾ, 120 പുസ്തകങ്ങളുണ്ട്. വളരെ നന്നായിട്ടൊരു ജീവചരിത്രം അങ്ങ് എഴുതിയിട്ടുണ്ട്. അത് വായിച്ചുകൊണ്ടിരുന്നാൽ അതിന്റെ ഓരോന്നും നമ്മുടെ ഹൃദയസ്പൃക്കായിട്ട് തോന്നും. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഞാൻ കണ്ണൂരിലെ സയൻസ് പാർക്ക് ഡയറക്ടറായിരുന്നു.
ആ സമയത്താണ് കണ്ണൂരിലെ ഏറ്റവും പ്രശസ്തരായ 2 ശാസ്ത്രന്മാരെ പരിചയപ്പെടുന്നത്, ജാനകി അമ്മാളും വേണു ബാബുവും. രണ്ടുപേരും തലശ്ശേരിക്കാരാണ്. അപ്പോൾ ഈ 2 പേരെ പറ്റി മലയാളികൾക്കൊന്നും അറിയില്ല. പിന്നെ സ്വന്തം നാട്ടുകാരായിട്ടുള്ള ആ ഒരു ഇഷ്ടവും അതുകൊണ്ട് ഞാൻ അവരെ പറ്റി, അവരുടെ ഭാര്യ ഇപ്പോൾ ബാംഗ്ലൂർ ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ അവർ കണ്ണൂരിൽ വന്നപ്പോൾ ഞങ്ങൾ ക്ഷണിച്ച് അദ്ദേഹത്തിന് സ്വീകരണമൊക്കെ കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെ കുറച്ച് ജീവിതത്തിലൊന്നും അവൈലബിൾ അല്ല, ഞാൻ കുറച്ച് വിവരങ്ങളൊക്കെ തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാനത് ഒരു വില്ലിംഗ് ആയിട്ട് സ്വീകരിച്ചു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി. അങ്ങനെ അദ്ദേഹം പഠിച്ചത് ഹാർവാർഡിലാണ്. കാരണം ജനിച്ചത് കേരളത്തിലല്ല, അച്ഛനമ്മയും കേരളത്തിലേ ഉള്ളൂ. അവരുടെ അച്ഛൻ പിന്നെ ഹൈദരാബാദ് നൈസാമിൻ്റെ കീഴിലുള്ള ഒരു വാനനിരീക്ഷണ കേന്ദ്രത്തിൽ ക്യൂറേറ്റർ ആയിരുന്നു. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് അന്ന് ഈ അച്ഛൻ്റെ ഈ വാനനിരീക്ഷണ കേന്ദ്രത്തിൽ ജോലി കൊണ്ട് നക്ഷത്രങ്ങളെ പറ്റിയുള്ള ഒരു പഠനം രസകരമായി തോന്നി. പക്ഷെ അത് ഇവിടെ ഇന്ത്യയിൽ ലഭ്യമായിരുന്നില്ല. അങ്ങനെ അവർ ഹാർവാർഡിൽ പോയി പഠിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് വേണു എന്നാണെങ്കിൽ പോലും അത് വേണുവായി, അതെ വേണു എന്നാക്കി മാറ്റി. അങ്ങനെ അദ്ദേഹം അവിടെ പോയി പഠിച്ചു. പിന്നെ അവിടെ ഒരു വാൽനക്ഷത്രം കണ്ടെത്തി. അദ്ദേഹം പുതുതായിട്ടൊരു വാൽനക്ഷത്രം, അദ്ദേഹത്തിന്റെ അതൊരു ഏഷ്യക്കാരന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക വാൽനക്ഷത്രമാണ്. വേറെ ആരും വാൽനക്ഷത്രം. പക്ഷേ അദ്ദേഹത്തിനും ഈ പറഞ്ഞതുപോലെ വേണ്ട രീതിയിലുള്ള ഒരു പരിഗണന. ഇന്റർനാഷണൽ ആസ്ട്രോണമി യൂണിയന്റെ പ്രസിഡന്റായി അദ്ദേഹം ഇന്ത്യയിൽ പല സ്ഥലത്തും വാനനിരീക്ഷണ സ്ഥാപിച്ചു. മാത്രമല്ല പിന്നെ ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കാൻ അദ്ദേഹം സാധിച്ചു. ഇന്നത്തെ ഈ ചന്ദ്രയാന്റെയും മംഗളയാന്റെയും വിജയത്തിന് ആസ്പദമായിട്ടുള്ള ആ പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹമാണ്. പക്ഷേ ഈ കേരളത്തിൽ അങ്ങനെ ഒരു സ്ഥാപനം അദ്ദേഹത്തിൻ്റെ പേരൊന്നും ഉണ്ടായിട്ടില്ല. സയൻസ് പാർക്കിൽ ഒരു വേണുബാബു ഗാലറി ഉണ്ട്, മൽക്കവഞ്ഞി വേറെ ഒന്നുമില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനും ഞാൻ പിന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് നല്ലൊരു സ്വീകരണമാണ്. നല്ല രീതിയിൽ എല്ലാവരും ഇരുകൈ നീട്ടി സ്വീകരിച്ചു എന്ന് തന്നെ പറയാം. നമുക്കിനി അങ്ങേക്ക് ഇപ്പോൾ പ്രവർത്തിക്കാനായിട്ട് ഒരു മേഖല ഇപ്പോൾ ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുകയാണ്. ശരിക്കും അങ്ങയുടെ കഴിവ് മുഴുവൻ പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം. നമ്മുടെ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വരുംകാല പ്രവർത്തനങ്ങൾ എന്തായിരിക്കും? അങ്ങ് എന്താണ് ലക്ഷ്യമാക്കുന്നത്? വരുംകാല പ്രവർത്തനം പ്രധാനമായിട്ട് പുസ്തക വിൽപ്പന തന്നെ ഉദ്ദേശിക്കുന്നത്. കാരണം ഒരു 5 കോടി രൂപയുടെ മുഖവിലക്കുള്ള പുസ്തകങ്ങൾ അവിടെ കെട്ടിക്കിടക്കും. അതെ, അത് എന്തായാലും ഒരു പുസ്തകം ഓരോ ദിവസം കഴിയുന്നിടത്തോളം അത് പഴകിയ ഇത് ഉപയോഗശൂന്യമായി മാറുകയാണ്. അപ്പോൾ അത് പരമായിട്ട് വിറ്റ് കൊടുക്കണം. അതിനുവേണ്ടി എല്ലാ ജില്ലകളിലും ഓരോ ഷോറൂം സ്ഥാപിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം. മറ്റൊന്ന് പിന്നെ സാഹിത്യകാരന്മാർക്കും ബാലസാഹിത്യകാരന്മാർക്കും അതുപോലെ കുട്ടികൾക്ക് രചനാ രീതിയിലുള്ള ക്യാമ്പുകൾ നടത്തുക. അങ്ങനെ ഒരു ജനകീയമാക്കുകയും അതേസമയം ഇതൊരു പിന്നെ ഉപയോഗപ്രദമായ രീതിയിൽ എന്ത് ഉദ്ദേശത്തിലാണോ സ്ഥാപിക്കപ്പെട്ടത് ലക്ഷ്യം നിറവേറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സജ്ജമാക്കുകയാണ് എൻ്റെ പ്രധാന ഉദ്ദേശം. ഏതൊരു കലാകാരന്റെയും വിജയത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ ഘടകമാണ് കുടുംബം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. അങ്ങയുടെ കുടുംബത്തെ പറ്റിയൊന്ന് പ്രേക്ഷകർ. കുടുംബത്തിൽ ഒരു ഭാര്യയും ഒരു മകനും ഉണ്ട്. ഭാര്യക്ക് ജോലിയൊന്നുമില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് കുറെ കൂടി ഫ്രീ ആയിട്ട് എല്ലാം നല്ലപോലെ സഹായിക്കുന്നു അല്ലേ? അതെ അതെ. പിന്നെ മകൻ അവന് ഗ്രാജുവേറ്റ് ആണ്, അവൻ ചെറിയൊരു ജോലിയുണ്ട്. ഉയർന്ന മറ്റേ രീതിയിലുള്ള സൗകര്യം ചെയ്തു കൊടുക്കാൻ ശരിക്കും സമയം കിട്ടില്ല എന്നുള്ള സത്യം. ശരിക്കും സാമൂഹിക നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചപ്പോൾ സ്വന്തം കുടുംബത്തിന് വേണ്ട രീതിയിൽ ചെയ്തു കൊടുക്കാൻ ഒരു കുറ്റബോധം ഉണ്ടല്ലേ? മകൻ എങ്ങനെയായിരിക്കുന്നു? പഠിക്കാൻ ആവറേജേ പറയാൻ പറ്റൂ. കണക്ക് എങ്ങനെയായിരുന്നു? പ്രത്യേകിച്ചൊന്നും സാധാരണ രീതിയിലുള്ളൊരു ഇത് മാത്രമേ. കാരണം എൻ്റെ കാര്യങ്ങളൊന്നും എനിക്ക് മറ്റ് അവന്റെ കാര്യങ്ങൾ ചിന്തിക്കാൻ സമയം കിട്ടില്ല എന്നുള്ളതാണ് സത്യം. അങ്ങയുടെ ഡ്രീം അല്ലെങ്കിൽ പ്രോജക്റ്റ് എന്താണ്? പ്രോജക്റ്റിന് ബാലസാഹിത്യ രംഗത്തെ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഒരു വലിയൊരു സ്ഥാപനമാക്കി എൻ്റെ കഴിവുകൊണ്ട് പരമാവധി. കാരണം സയൻസ് പാർക്കിൻ്റെ ഒരു സ്ഥാപനം ഒരു നല്ല രീതിയിലേക്ക് എത്തിച്ചു. ഇനി അടുത്ത പ്രൊജക്ട് ഇത് തന്നെയാണ് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ. അതുപോലെ തന്നെ അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ ഇനി നമ്മുടെ കുട്ടികൾ അങ്ങയുടെ പുസ്തകങ്ങൾ കൂടി നമ്മുടെ സിലബസിൽ ഉണ്ടാവട്ടെ അല്ലേ? അല്ല, എന്നാലേ കുട്ടികൾക്ക് പഠിക്കാനൊരു അവസരം കിട്ടുള്ളൂ. അത് അറിയപ്പെടാതെ ഒരാളെ പുസ്തകം കാര്യമില്ല. അത് ഒരു പുസ്തകത്തിൽ ഏതെങ്കിലും പേരുണ്ടെങ്കിൽ തന്നെ ഇതേ പുസ്തകം ഇത് എന്തെങ്കിലും മനസ്സിലാക്കിയിട്ട് അന്വേഷിക്കുമായിരുന്നു. തീർച്ചയായിട്ടും അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ഗണിതശാസ്ത്രത്തെ കുസൃതികളിലൂടെ വളരെ ലളിതവും മധുരവും സരളവുമാക്കി മാറ്റിയ ഒരു വ്യക്തിയാണ് ശ്രീധരൻ സർ. അദ്ദേഹം ആഗ്രഹിക്കുന്ന പോലെ അദ്ദേഹത്തിൻ്റെ ഗണിതത്തിനും അദ്ദേഹത്തിനും വേണ്ട രീതിയിൽ പ്രാധാന്യം നമ്മുടെ മലയാളികൾ കൊടുക്കണമെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും അദ്ദേഹം ആഗ്രഹിക്കുന്ന പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി പദത്തിൽ 1000 സൂര്യചന്ദ്ര പ്രഭയോടെ അദ്ദേഹത്തിന് നിലനിൽക്കാൻ കഴിയട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇത്രയും സമയം അങ്ങയുടെ വിലപ്പെട്ട സമയം ഞങ്ങളോട് ചെലവഴിച്ച് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു സർ. ഇങ്ങനെ അവസരം തന്നതിന് KLTV എനിക്കുള്ള നന്ദി.
നമസ്കാരം. സിനിമാ രംഗത്ത് നിന്നൊക്കെ തന്നെ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, സ്ത്രീകൾക്ക് വളരെയധികം പ്രാധാന്യം ഒരിക്കലും കൽപ്പിക്കപ്പെടാത്ത ഒരു മേഖലയായി ചലച്ചിത്രം മാറിക്കൊണ്ടിരിക്കുകയാണെന്ന്, അല്ലെങ്കിൽ തന്നെ സ്ത്രീകൾക്ക് വളരെയധികം ചൂഷണം നേരിടുന്ന ഒരു മേഖലയായി ചലച്ചിത്ര രംഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെ മറുപടി എന്നോണമാണ് ഈ ഒരു സംഘടനയുടെ രൂപം അല്ലെങ്കിൽ ഈ ഒരു സംഘടന കൊണ്ടുവന്നത് എന്നൊക്കെ വലിയ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എല്ലാത്തിനും ഒരു മറുപടിയായി ഈ സംഘടന മാറുമോ എന്ന് സംശയവുമുണ്ട്. ചലച്ചിത്ര രംഗത്ത് നല്ല നല്ല സ്ത്രീ കഥാപാത്രങ്ങൾ, അതുപോലെ തന്നെ ചലച്ചിത്ര മികച്ച നടികൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു സ്ത്രീ കൂട്ടായ്മയ്ക്ക് നല്ലൊരു ഭാവി തന്നെ നേർന്നുകൊണ്ട് ബി പോസിറ്റീവിന്റെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. തിങ്കളാഴ്ച കാണുന്നത് വരേക്കും നന്ദി, നമസ്കാരം.